Okay. So, നമുക്ക് ഇനി ഒന്നും കൂടെ നമുക്ക് അരിനിയസ് ലോനെ ഒന്ന് റീകോൾ ചെയ്യാം. സോ എന്തായിരുന്നു k is equal to what? K is equal to k naught into e raised to minus ea by rt അല്ലേ? e raised to minus ea by rt. Okay, this is what Arrhenius law. ഞാൻ ഈ എക്സ്പോണൻഷ്യൽ ടേം ഒന്ന് ഒഴിവാക്കണം. എനിക്ക് ഈ എക്സ്പോണൻഷ്യൽ ടേമിനെ ഒന്ന് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യണം? എക്സ്പോണൻഷ്യൽ ടേമിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും എന്ത് നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്താൽ മതി അല്ലേ? നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് പറഞ്ഞുതരാം. എന്താണ് ln സോ ln e raised to a എന്തായിരിക്കും? a ആയിരിക്കും അല്ലേ? ln e raised to a ആയിരിക്കും. കാരണം എന്താണ്? ln e raised to a നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a ഇൻറ്റു ln e എന്ന് എഴുതാൻ പറ്റും. നാച്ചുറൽ ലോഗരിതം e എന്താണ്? 1 ആണ് അല്ലേ? ദിസ് വാല്യൂ ഇസ് 1. സോ a കിട്ടും. ഓക്കെ, സോ ln e raised to a എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ ln a ഇൻറ്റു ബിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ln a പ്ലസ് ln b എന്ന് എഴുതാൻ പറ്റും അല്ലേ? ln a പ്ലസ് ln b എന്ന് എഴുതാൻ പറ്റും. ഇത് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വേറെ വേണമെങ്കിൽ ln a ബൈ ബിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ln a ബൈ ബിനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വാട്ട്? ln a മൈനസ് ln b. ഓക്കെ, ln a മൈനസ് ln b. സോ ഇത് ബേസിക് ആയിട്ടുള്ള നാച്ചുറൽ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ലോഗിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ ഇതൊക്കെ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. സോ എനിക്ക് എന്ത് ചെയ്യണം? ഈ എക്സ്പോണൻഷ്യൽ ടേം ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യാം അല്ലേ? സോ വാട്ട് വിൽ ഹാപ്പൻ? ln k. സോ ln k വിൽ ബി ഈക്വൽ ടു വാട്ട്? ln k വിൽ ബി ഈക്വൽ ടു ഇവിടെ ഈ ഒരു ടേമിന് എന്താണ് ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് a ഇൻറ്റു ബി എന്നുള്ള ഫോർമാറ്റിലാണ്. സോ എനിക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എന്ത്? ln a പ്ലസ് ln b എന്ന് അല്ലേ? സോ ഇറ്റ് വിൽ ബി ln k നോട്ട്, പിന്നെ എന്ത് വരും? ഈ ഒരു ടേം ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അല്ലേ? സോ മൈനസ് ea ബൈ ആർ ടി. മൈനസ് ea ബൈ ആർ ടി അല്ലേ? മൈനസ് ea ബൈ ആർ ടി. കറക്റ്റ്. ഇനി സോ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. ln k is equal to ln k naught മൈനസ് ea ബൈ ആർ ടി. ഇനി എനിക്ക് എന്താ അറിയണം? എനിക്ക് ടെമ്പറേച്ചറുമായിട്ടുള്ള ഇവരുടെ എങ്ങനെയാണ് ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡായിട്ട് പ്രോപ്പർട്ടീസ് എനിക്കറിയണം. സോ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുക? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ dln k ഓക്കെ, അതിനു മുമ്പ് വേറൊരു രീതിയിൽ എഴുതണം. ഓക്കെ, സോ k is equal to what? k naught into e raised to minus ea by rt. സോ എനിക്ക് എന്താ അറിയണം? കെയും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം അറിയണം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? ലെറ്റ്സ് ഡിഫറൻഷ്യേറ്റ്. സോ എന്ത് വരും? dk by dt. ഓക്കെ, സോ ഇവിടെ k naught ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഞാനത് എടുക്കുന്നു. k naught ഇൻറ്റു e raised to minus ea by rt-നെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എന്താണ്? e raised to x-നെ d by dx ഓഫ് e raised to x എന്തായിരിക്കും? d by dx ഓഫ് e raised to x എന്ന് പറഞ്ഞാൽ e raised to a ഇൻറ്റു e raised to x ആയിരിക്കും അല്ലേ? a ഇൻറ്റു e raised to x അല്ലേ? ബേസിക് നമ്മുടെ ഡിഫറൻഷിയേഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫറൻഷിയേഷൻ എന്ത് വരും? ആ ഫംഗ്ഷൻ തന്നെ വരും അല്ലേ? e raised to x ൻ്റെ ഡിഫറൻഷിയേഷൻ e raised to x തന്നെയാണ്.
സോ ഇവിടെ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിൻ്റെ ഡിഫറൻസിയേഷന് മൈനസ് ഇ എ ബൈ ആർ ടി, പിന്നെ ഈ ഫംഗ്ഷൻ ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ, അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ കെ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, കെ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരിക, ഇ എ ബൈ ആർ എന്താ കോൺസ്റ്റൻ്റ് ആണ്, ഇ എ ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ മൈനസ് ഇ എ ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് ഇ എ ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ വേറൊരു കാര്യം പറയാൻ, ഈ ആക്ടിവേഷൻ എനർജി ഒരിക്കലും ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ അല്ല, ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ആക്ടിവേഷൻ എനർജി ആണ് ആ ടെമ്പറേച്ചർ എത്താനുള്ള ആ ഒരു ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് കോംപ്ലക്സ് എത്താനുള്ള എനർജി മാത്രമാണ്, അതൊരിക്കലും ടെമ്പറേച്ചർ ഒരു ഫംഗ്ഷനൊന്നും അല്ല. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചറായി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ എ ബൈ ആർ ടി മൈനസ് ഇ എ ബൈ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. 1/t ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ വരിക, 1/t ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് 1/t സ്ക്വയർ എന്നാണ് വരിക അല്ലേ. 1/t ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് 1/t സ്ക്വയർ, നിങ്ങൾക്ക് അറിയാലോ ബേസിക് ഡിഫറൻഷ്യേഷൻ. സോ 1/t ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി വാട്ട്, മൈനസ് 1/t സ്ക്വയർ, മൈനസ് 1/t സ്ക്വയർ അല്ലേ. സോ ഈ മൈനസ് ക്യാൻസലായിപ്പോയി, ഈ മൈനസ് ക്യാൻസലായിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, കനോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി അല്ലേ. ഈ ഒരു ടേം ഇതെന്താ സാധനം, ഇതൊന്നുമല്ല, ഇതെന്താണ്, കെ ആണ് അല്ലേ. കനോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ്, കെ ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും എന്ത്, ഡി കെ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്, കെ ഇൻറ്റു ഇ എ ബൈ ആർ ടി സ്ക്വയർ അല്ലേ, കെ ഇൻറ്റു ഇ എ ബൈ ആർ ടി സ്ക്വയർ, കെ ഇൻറ്റു ഇ എ ബൈ ആർ ടി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി കെനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ എന്ത് ചെയ്താൻ പറ്റും, 1/k dk by dt അല്ലേ, 1/k dk by dt is what, EA by RT square, EA by RT square അല്ലേ. 1/k dk by dt is equal to what, EA by RT square. So 1/k dk by dt, 1/k dk by dt. സോ ഈ ഒരു ടേമിന് എനിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, 1/k dk by dt. എനിക്ക് ഇതിനെ എങ്ങനെ എഴുതി കൂടെ, എങ്ങനെ, ഡി എൽ എൻ കെ ബൈ ഡി ടി, ഡി എൽ എൻ കെ ബൈ ഡി ടി, ഡി എൽ എൻ കെ ബൈ ഡി ടി എന്തായിരിക്കും, ലോഗ് ഫംഗ്ഷൻ്റെ ലോഗരിത്മിക് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ 1/, സോ എൽ എൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും 1/x അല്ലേ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ ആ കെൻ്റെ ഡിഫറൻഷ്യൽ. അതുപോലെ തന്നെ എന്താണ്, എൽ എൻ കെൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും 1/k ഡി കെ ബൈ ഡി ടി അല്ലേ, 1/k ഡി കെ ബൈ ഡി ടി എന്നായിരിക്കും എന്ത്, ചെയിൻ റൂൾ പ്രകാരം എന്താണ് ഈ ഒരു ടേമിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ. സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, 1/k ഡി കെ ബൈ ഡി ടിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഡി എൽ എൻ കെ ബൈ ഡി ടിനെ എഴുതാൻ പറ്റും അല്ലേ, പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, ഇ എ ബൈ ആർ ടി സ്ക്വയർ, ഇ എ ബൈ ആർ ടി സ്ക്വയർ. ഓക്കെ, ഇ എ ബൈ ആർ ടി സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ എന്താ എനിക്ക് പറയാൻ പറ്റുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ എൻ കെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, റേറ്റ് ഓഫ് എൽ എൻ കെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറിനനുസരിച്ചുള്ള എൽ എൻ കെൻ്റെ വേരിയേഷനാണ് ഈ ഒരു ടേം സൂചിപ്പിക്കുന്നത് അല്ലേ. ഡി എൽ എൻ കെ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എത്രയാണ് എന്ത് എൽ എൻ കെയിലുള്ള വാല്യൂ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഡി എസ് ബൈ ഡി ടി, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി, അതായത് ടൈമിനനുസരിച്ച് വെലോസിറ്റിയിൽ എന്ത് ചേഞ്ച് സംഭവിക്കുന്നു. സോ അതുപോലെ തന്നെ എന്താണ്, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വാരി ചെയ്താൽ എങ്ങനെയാണ് എൽ എൻ കെയിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്ന ടേമാണ് എന്ത്, ഡി എൽ എൻ കെ ബൈ ഡി ടി അല്ലേ, വേരിയേഷൻ ഓഫ് എൽ എൻ കെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. സോ അത് നമുക്ക് മനസ്സിലാക്കും എന്താണ്, വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ, എൽ എൻ കെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വാട്ട്, ഇ എ ബൈ ആർ ടി സ്ക്വയർ. അപ്പോൾ അതിന് അർത്ഥം എന്താണ്, എൽ എൻ കെ ബൈ ഡി എൽ എൻ കെ ബൈ ഡി ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ എ. ഓക്കെ, അതായത് ആക്ടിവേഷൻ എനർജിക്ക് പ്രൊപ്പോർഷണലാണ് എന്ത്, ഡി എൽ എൻ കെ ബൈ ഡി ടി. ഓക്കെ, ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്,
എനിക്ക് പറയാൻ പറ്റും എന്താണ് DLNK divided by dt is directly proportional to activation energy. DLNK by dt is directly proportional to activation energy. അപ്പോൾ അതെന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആക്ടിവേഷൻ എനർജി കൂടുതലാണെങ്കിൽ DLNK by dt എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും? LNKയിൽ വലിയൊരു വേരിയേഷൻ സംഭവിക്കും. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കൂടിയാൽ എന്താ ഈ ടേം കൂടും അല്ലേ? ഈ ടേം കൂടും. അതായത് നമ്മുടെ ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുമ്പോൾ തന്നെ എന്താണ് LNKയിൽ വലിയൊരു വേരിയേഷൻ സംഭവിക്കും അല്ലേ? സ്മോൾ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ കോസ് എന്താണ്? വലിയൊരു വേരിയേഷൻ LNKയിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും അല്ലേ? ടെമ്പറേച്ചർ LNKയിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും. LNKയിൽ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? Kയിൽ വലിയൊരു മാറ്റം. കാരണം ഡയറക്റ്റ്ലി നമുക്കറിയാം ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ K കൂടുമ്പോൾ LNKയും കൂടും. ഓക്കെ, സോ LNK കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? K കൂടും എന്നർത്ഥം അല്ലേ? LNK കൂടുക എന്ന് പറഞ്ഞാൽ K കൂടുക എന്നർത്ഥം. K കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുക എന്നർത്ഥം. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ്? DLNK by dt is directly proportional to activation energy. ഓക്കെ, സപ്പോസ് ഒരു ആക്ടിവേഷൻ എനർജി, വ്യത്യസ്ത ആക്ടിവേഷൻ എനർജിയിലെ രണ്ട് റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഒന്ന് കുറഞ്ഞൊരു ആക്ടിവേഷൻ എനർജിയും ഒന്ന് കൂടുതലുള്ള ആക്ടിവേഷൻ എനർജിയും. സോ കൂടുതലുള്ള ആക്ടിവേഷൻ എനർജിയിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെറിയ വേരിയേഷൻ ടെമ്പറേച്ചറിൽ കൊടുത്താൽ പോലും എന്ത് സംഭവിക്കും? വലിയൊരു ചേഞ്ച് LNKയിൽ ചേഞ്ച് സംഭവിക്കും. വലിയൊരു ചേഞ്ച് LNKയിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വലിയൊരു ചേഞ്ച് Kയിൽ വരും. ഓക്കെ, LNK കൂടുക എന്ന് പറഞ്ഞാൽ Kയും കൂടും. K കൂടിയാലേ LNK കൂടുള്ളൂ അല്ലേ? ലോഗരിതം ഫംഗ്ഷൻ അങ്ങനെയല്ലേ? സോ LNK കൂടും. K കൂടുക എന്ന് പറഞ്ഞാൽ LNKയും കൂടും. LNK കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം K കൂടുതലാണെന്ന് അർത്ഥം. K കൂടുതലാണെന്ന് അർത്ഥം റേറ്റ് കൂടിയെന്ന് അർത്ഥം. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഹയർ ആക്ടിവേഷൻ എനർജി ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഹൈലി ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ടെമ്പറേച്ചറിനെ വളരെയധികം ചെയ്യും, സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചില മനുഷ്യന്മാർ വളരെ സെൻസിറ്റീവ് ആണെന്നൊക്കെ പറയും അല്ലേ? അതായത് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ പ്രശ്നം ഉണ്ടായി തന്നെ അത് ഊതിപ്പെരിപ്പിച്ചിട്ട് വലിയൊരു പർവ്വതീകരിക്കും എന്നൊക്കെ പറയും അല്ലേ? ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആണ് സെൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് അല്ലേ? സോ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ വന്നാൽ തന്നെ അത് വലിയൊരു ഇമ്പാക്റ്റ് റേറ്റിലുണ്ടാക്കും. അത് ആരുടെ കേസിലാണ്? ആക്ടിവേഷൻ എനർജി കൂടിയ റിയാക്ഷൻ്റെ കേസിൽ. സോ ഇതുവഴി നമുക്ക് പറയാൻ പറ്റും എന്താണ്? റിയാക്ഷൻ വിത്ത് higher activation energy reaction with higher activation energy is more temperature sensitive. Okay, so reaction with higher activation energy is more temperature sensitive. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദ പോയിന്റ് ആണ്. ഹയർ ആക്ടിവേഷൻ എനർജി ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഹൈലി ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ലോവർ ആക്ടിവേഷൻ എനർജി ഉള്ള ഒരു റിയാക്ഷനെ അപേക്ഷിച്ച് വളരെ എന്തായിരിക്കും? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇന്നിപ്പോൾ ഇത് ആക്ടിവേഷൻ എനർജി മാത്രമല്ല, ഇനി വേറൊരു പോയിന്റ് കൂടെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇതിപ്പോൾ ആക്ടിവേഷൻ എനർജി ആയി. ഇനി എന്താണ്? DLNK by dt is equal to EA by RT square എന്നാണ്. ഇപ്പോൾ EAൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഈസ് DLNK by dt R കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. EA by RT square അല്ലേ? T square ഡിനോമിനേറ്ററിലുണ്ട്. സോ DLNK by dt is inversely proportional to 1 by T square, അല്ലെങ്കിൽ T square ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by T square. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ ഇത് കൂടുതൽ സെൻസിറ്റീവ് എപ്പോഴാണ്? ലോവർ ടെമ്പറേച്ചറിലായിരിക്കും റിയാക്ഷന് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാം. ഇതിപ്പോൾ അതായത് ഇപ്പോൾ ലെറ്റ്സ് ഒരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു റിയാക്ഷന് ഒരു പർട്ടിക്കുലർ ആക്ടിവേഷൻ എനർജി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത്
ഞാൻ ഇപ്പോൾ ലെറ്റ്സ് ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി വന്നു. ഓക്കെ, സോ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 60 കെൽവിനിൽ എടുക്കാം, കൺഫ്യൂഷൻ വരണ്ട. സോ 400 കെൽവിന് ഒരു 450 കെൽവിനിലേക്ക് ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. 400 കെൽവിന് 450 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഓഫ് കോഴ്സ് എന്തായിരിക്കും, LNKൻ്റെ വാല്യൂ കൂടും അല്ലേ, LNKയിലെ വാല്യൂ കൂടും. സോ ഒരു ഡെൽറ്റ LNK അല്ലെങ്കിൽ LNKയിലുള്ള ചേഞ്ചിനെ ഞാൻ എന്ത് സൂചിപ്പിക്കുന്നു, ഞാൻ എ എന്ന് വിളിച്ചു. അതായത് ഇപ്പോൾ ലെറ്റ്സ് ഒരു ആദ്യത്തെ കേസിൽ ഒരു കെൻ്റെ വാല്യൂ ഒരു 5 ആണെന്ന് കരുതുക. 450 ഡിഗ്രിക്ക് എത്തിയപ്പോൾ എന്താണ്, അതൊരു 10 ആയി മാറി. അപ്പോൾ ഡിഫറൻസ് എത്ര, 5 അല്ലേ. സോ ആ 5 ആണ്, ആ ഡിഫറൻസ് ആണ് എ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ടെമ്പറേച്ചർ, സെയിം റിയാക്ഷന് സെയിം ആക്ടിവേഷൻ എനർജിക്കൽ റിയാക്ഷൻ തന്നെ, അത് ഞാൻ ഒരു 600 കെൽവിനിലുള്ള ഒരു ടൈമിൽ 600 കെൽവിന് 650 കെൽവിനിലേക്ക് കൂട്ടി. ഓക്കെ, ഞാൻ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടി 600 കെൽവിന് 650 കെൽവിൻ. ടെമ്പറേച്ചർ കൂട്ടി എന്തായാലും എന്ത് കൂടും, കെ കൂടും, റേറ്റ് ഓഫ് റിയാക്ഷൻ ഒക്കെ കൂടും. പക്ഷേ ഡെൽറ്റ LNK അല്ലെങ്കിൽ 600 ഉണ്ടായിരുന്നൊക്കെ LNKൻ്റെ വാല്യൂം 650 ഉണ്ടായിരുന്ന LNKൻ്റെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഈ ഒരു കേസിൽ ഡെൽറ്റ LNK ബി എന്ന് വിളിച്ചു. ഓക്കെ, 600-ലെ LNKയും 650-ൻ്റെ LNKയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, അതിനെ ബി എന്ന് വിളിച്ചു. സോ ഈ അക്കോർഡിംഗ് ടു ഈ റിലേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, dLNK/dt എന്താണ്, 1/T² പ്രൊപ്പോർഷനാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T², അല്ലേ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടെ dLNK/dtൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. ഓക്കെ, ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ dLNKൻ്റെ വാല്യൂ വളരെ വലിയ ചേഞ്ച് ഉണ്ടായിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, എ വിൽ ബി ആൾവേസ് എന്ത്, ഗ്രേറ്റർ ദാൻ ബി. എൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും ബിനെക്കാളും. കാരണം ഈ ഒരു ചേഞ്ച് സെയിം ചേഞ്ചാണ്. രണ്ട് കേസിൽ ഞാൻ 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ അല്ലെങ്കിൽ 50 കെൽവിൻ്റെ ചേഞ്ചാണ് വരുത്തിയത്. പക്ഷേ ഫസ്റ്റ് കേസിൽ ലോവർ ടെമ്പറേച്ചറാണ് ഇൻ കമ്പയർഡ് ടു സെക്കൻഡ് കേസിൽ. സോ ഫസ്റ്റ് കേസിൽ ഞാൻ 50 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എ ആണ്, LNKയിലുള്ള ചേഞ്ച്. ഓക്കെ, സെക്കൻഡ് റിയാക്ഷനിൽ ഞാൻ 50 ഡിഗ്രി കെൽവിന് ചേഞ്ച് നടത്തിയപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് LNKയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ബി ആണ്. സോ അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ എനിക്ക് പറയാൻ പറ്റും എന്താണ്, എ വിൽ ബി ആൾവേസ് ഗ്രേറ്റർ ദാൻ ബി. കാരണം എൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. കാരണം ഈ ഒരു ഫസ്റ്റ് കേസ് നടക്കുന്നത് ലോവർ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റിയാക്ഷൻ എന്താണ്, റിയാക്ഷൻ ഈസ് ഓക്കെ. കൂടുതൽ LNKൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം, കൂടുതൽ കെൻ്റെ വാല്യൂ എന്ന് അല്ലേ. LNKയിൽ കൂടുതൽ ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ കെയിൽ കൂടുതൽ ചേഞ്ച് എന്ന് അർത്ഥം. കെയിൽ കൂടുതൽ ചേഞ്ച് നടന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷനിൽ കൂടുതൽ ചേഞ്ച് നടന്നു, അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് റേറ്റ് ഓഫ് റിയാക്ഷനിൽ നടന്നു. ഇപ്പോൾ വലിയൊരു ചേഞ്ച് നടക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ സെൻസിറ്റീവ് ആണെന്ന് അർത്ഥം അല്ലേ, കൂടുതൽ സെൻസിറ്റീവ് ആണെന്ന് അർത്ഥം. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്, റിയാക്ഷൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ is more temperature sensitive. More temperature sensitive. Reaction at lower temperature is more അതുപോലെ തന്നെ റിയാക്ഷൻ വിത്ത് ഹയർ ആക്ടിവേഷൻ എനർജി is what, മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിലേഷനാണ്. ഓക്കെ, റിയാക്ഷൻ വിത്ത് ഹയർ ആക്ടിവേഷൻ എനർജി ഈസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. അതുപോലെ തന്നെ എന്താണ്, റിയാക്ഷൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ ഈസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ഓക്കെ, ഇനിയിത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. സോ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എങ്ങനെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കാം. സോ അഗെയിൻ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടെ റീകോൾ ചെയ്യാം. എന്തായിരുന്നു, കെ ഈസ് ഈക്വൽ ടു വാട്ട്,
k is equal to k naught into e raised to minus ea by rt അല്ലേ? k equal to k naught into e raised to minus ea by rt. ഞാൻ log അപ്ലൈ ചെയ്തു. സോ എന്ത് വരും? സോ ln k will be equal to what? ln k will be equal to what? ln k naught minus e by r into 1 by t അല്ലേ? ഇങ്ങനെ എഴുതി കൂടെ, മൈനസ് ഇ ബൈ ആർ 1 by t. കാരണം ലോഗ് അപ്ലൈ ചെയ്തു. ln a മൈനസ് ln b അല്ലെങ്കിൽ ln a ഇൻറ്റു ln ബിനെ ln a പ്ലസ് ln b എന്ന് എഴുതാൻ പറ്റും. സോ സെയിം ഞാൻ അങ്ങനെ എഴുതി. സോ ഇതാണ് എൻ്റെ ലോഗ് പ്ലോട്ടിൽ ഇങ്ങനെ എഴുതാൻ പറ്റും അരിനിയസ് ഇക്വേഷനെ. ഇനി ln k. സോ ഇത് ഞാൻ ഗ്രാഫിക്കലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, സപ്പോസ് ഒരു E1 ഉള്ളൊരു റിയാക്ഷൻ്റെ എന്തായിരിക്കും, ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇഫ് ഐ റൈറ്റ് വാട്ട്, എൻ്റെ കോർഡിനേറ്റ്സ് ഇതാണ് ln k, വൈ ആക്സിസിൽ ln k വൈ ആക്സിസിലും 1 by t എക്സ് ആക്സിസിലും ആണെങ്കിൽ ln k വൈ ആക്സിസിലും 1 by t എക്സ് ആക്സിസിലും ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ, സ്ട്രെയിറ്റ് ലൈനാണ്. സോ അതിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് നെഗറ്റീവാണ് അല്ലേ, മൈനസ് ഇ ബൈ ആർ, അത് നെഗറ്റീവാണ്. സോ ഇതാ ഇങ്ങനെ ആയിരിക്കില്ല, കാരണം സ്ലോപ്പ് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് സ്ലോപ്പുള്ളൊരു റേറ്റ് ഓഫ് റിയാക്ഷൻ ആണിത്. സോ ഞാൻ ഇതിൻ്റെ സ്ലോപ്പ് മൈനസ് ഇ 1 by r, സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ ബൈ ആർ. അപ്പോൾ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ടിവേഷൻ എനർജി ആണ് കേട്ടോ. എ യൂസ് ചെയ്യണമെന്നില്ല, ഇ ആയാലും സെയിം തന്നെയാണ് നൊട്ടേഷനൊക്കെ. സോ മൈനസ് ഇ ബൈ ആർ ആണ് ഇതിൻ്റെ സ്ലോപ്പ് അല്ലേ. ഇനി എനിക്ക് കമ്പയർ ചെയ്യണം രണ്ട് വ്യത്യസ്ത ആക്ടിവേഷൻ എനർജിയുള്ള റിയാക്ഷൻ. നേരത്തെ നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ്, ഹയർ ആക്ടിവേഷൻ എനർജി ഉള്ളത് എന്തായിരിക്കും, മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഹയർ ആക്ടിവേഷൻ എനർജി, അപ്പോൾ E1നെക്കാളും കൂടിയൊരു E2 ഉള്ള ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോ E1 എന്ന് പറഞ്ഞത് ലെറ്റ്സ് എ 100 ആണെങ്കിൽ, E1 by 100 ആണെങ്കിൽ, E1 by r 100 ആണെങ്കിൽ നമ്മൾ അതിനേക്കാളും കൂടുതൽ E2 ഉള്ളത്, ഒരു E2 എന്ന് പറയുന്നത് ലെറ്റ്സ് എ ഒരു E1നെക്കാളും കൂടുതലുള്ള ഒരു ആക്ടിവേഷൻ എനർജിയുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും വരയ്ക്കുക? നിങ്ങൾക്കറിയാം എന്താണ്, നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈന് മേലോട്ട് പോകുമ്പോൾ എന്താണ്, ഇതിപ്പോൾ ഒരു ജനറലായിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സപ്പോസ് അത് പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് വരെ അല്ലേ. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. കൂടുതൽ പോസിറ്റീവ് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് അത് റൊട്ടേറ്റ് ചെയ്യും. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഏത് ലൈനാണെങ്കിലും ഈ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് അർത്ഥം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഡയറക്ഷനിലാണെങ്കിൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാണ് അല്ലേ, സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാണ്. സോ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ E2 കൂടുമ്പോൾ, അതായത് ആക്ടിവേഷൻ എനർജി കൂടിയ റിയാക്ഷൻ അല്ലേ E2 എന്ന് പറയുന്നത്. സോ അത് കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്ലോപ്പ് കൂടുതൽ നെഗറ്റീവ് ആവുക ചെയ്യുക. സ്ലോപ്പ് കൂടുതൽ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ E2 by r അല്ലെങ്കിൽ സെക്കൻഡ് റിയാക്ഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, കൂടുതൽ എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റുക, കൂടുതൽ റൊട്ടേറ്റ് ചെയ്യാനോ കൂടുതൽ ഈ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് നടക്കും അല്ലേ. സോ ഓക്കെ, സോ ഇതായിരിക്കും എന്ത്,
സെക്കൻഡ് റിയാക്ഷൻ്റെ എന്ത് ഗ്രാഫ്. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് വിൽ ബി വാട്ട്? -E2/R. ഇതായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ്, ഈ റിയാക്ഷൻ്റെ സ്ലോപ്പ്. വേർ E2 ഇസ് ഗ്രേറ്റർ ദാൻ E1. E1 കുറഞ്ഞൊരു അല്ല കൂടുതൽ ആക്ടിവേഷൻ എനർജി ആയിരിക്കും E2ന് സെക്കൻഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി എനിക്ക് എന്തറിയണം? എനിക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അറിയണം അല്ലേ. സോ ഇനീഷ്യലി ഞാനൊരു ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ഇവിടെ രണ്ട് റിയാക്ഷനും സെയിം ടെമ്പറേച്ചർ. ഓക്കെ, ഓക്കെ. ദെൻ ഇത് ഒരു ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ അവരെ 1/T വാല്യൂ ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K നമുക്ക് അടയാളപ്പെടുത്തും. എന്തായിരിക്കും? സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവരെ K വാല്യൂ ഓക്കെ. ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഇതായിരുന്നു ടെമ്പറേച്ചർ 1/T1. ഓക്കെ, ഇതായിരുന്നു 1/T1 ആണ് ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് പോയിക്കുക? പോസിറ്റീവ് എക്സ് ആക്സിസ് ആണോ നെഗറ്റീവ് എക്സ് ആക്സിലാണ് പോവുക? കാരണം ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ ചെയ്യും? കൂടുതൽ ഇൻക്രീസ് ചെയ്യും, ഈ ഡയറക്ഷനിലായിരിക്കും, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകും അല്ലേ. പക്ഷേ 1/T എന്തായിരിക്കും? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കായിരിക്കും പോവുക അല്ലേ. നമുക്കറിയാം എന്താണ് 1/2. 1/2ൻ്റെ വാല്യൂ എന്താണ്? 2ഉം 3 കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ 2ഉം 4 കൺസിഡർ ചെയ്യുക. 2ന്ന് ഞാൻ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി 4ലേക്ക് ചേഞ്ച് ചെയ്തു. സോ പോസിറ്റീവ് 2 എന്ത് എക്സ് ആക്സിസ് പോസിറ്റീവ് 2ന്നും 4 ആയി മാറി. സോ 1/2 എത്രയാണ്? 1/2ൻ്റെ വാല്യൂ 0.5 ആണ്. 1/4ൻ്റെ വാല്യൂ 0.25 ആണ് അല്ലേ. സോ എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിലേക്കാണ് പോവുക, അതിൻ്റെ 1/T എടുക്കുകയാണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ T1 എന്നുള്ള ടെമ്പറേച്ചറിനെ ഒന്ന് കൂട്ടുകയാണെങ്കിൽ 1/T എവിടെ ആയിരിക്കും വരിക? ഏകദേശം ഇവിടെ ആയിരിക്കും വരിക. (1/T) എവിടെ ആയിരിക്കും വരിക? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. സോ ലെറ്റ്സ് ഞാനിപ്പോൾ ഈ ഡയറക്ഷനിൽ ഞാൻ എഴുതി. ഓക്കെ, this is what 1/T2. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ 1/T2 ഇവിടെ എത്തി. സോ T2 എന്താണ്? കൂടുതലാണല്ലേ. T2 സോ T2 ഗ്രേറ്റർ ദാൻ T1 അല്ലേ. T2 ഗ്രേറ്റർ ദാൻ T1. സോ 1/T2 എവിടെ എത്തി? ഇവിടെ എത്തി അല്ലേ. 1/T1 1/T2 ഇവിടെ എത്തി. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് അറിയണം അല്ലേ. K വാല്യൂയിലുള്ള ചേഞ്ച് അറിയണം. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ എടുത്തോളം 1/T2ലുള്ള ln(k)ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും വരിക അല്ലേ. സോ ഇറ്റ് വിൽ ബി അല്ലേ. ഓക്കെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റിയാക്ഷൻ നമ്മളെടുത്തോളം പുതിയ ln(k) വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ. ഓക്കെ, ഓക്കെ. സോ ഞാൻ K1' എന്ന് യൂസ് ചെയ്യുന്നത് K1. ഓക്കെ,
ഞാനിപ്പോൾ 1/T1 ഫസ്റ്റ് നീല മാർക്ക് E1 ഉള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ K വാല്യൂ ഞാൻ സൂചിപ്പിക്കുന്നത് ln K1 എന്നായിരിക്കും. ഓക്കെ, സോ ln K1. ഓക്കെ, ഇനി ഈ ഒരു ഫസ്റ്റ് റിയാക്ഷൻ തന്നെ പുതിയ ടെമ്പറേച്ചറിലുള്ള അതിൻ്റെ K വാല്യൂ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ln K2 അല്ലേ, ln K2. ഇനി പുതിയ E2 എന്നുള്ള E2 എന്ന് എന്താ പറയുക ആക്ടിവേഷൻ എനർജി ഉള്ള ഈ ഒരു ഇതുണ്ടല്ലോ റിയാക്ഷന്, അതിൻ്റെ ln K വാല്യൂ എന്താ 1/T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ln K2 എന്ന് വിളിക്കുന്നത് ഞാൻ, ln K2. ഓക്കെ, സോ ഇത് രണ്ടും സെയിം അല്ല, ln K2 K1 ഇതിൽ സെയിം ആണ് ഗ്രാഫ് പ്രകാരം. ഇനി പുതിയ ടെമ്പറേച്ചറിൽ 1/T2 സെക്കൻഡ് റിയാക്ഷൻ്റെ K2 ഡാഷ് ഇതിനെ K2 ഡാഷ് എന്ന് വിളിക്കുന്നു കേട്ടോ, ഇതിനെ ln K2 ഡാഷ് ln K1 ഡാഷ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, K1 എന്ന് സൂചിപ്പിക്കുന്നത് ആക്ടിവേഷൻ എനർജി 1 ഉള്ളതിനെ, K1 ഡാഷ് എന്ന് പറഞ്ഞാൽ പുതിയ ടെമ്പറേച്ചറിലുള്ള ആക്ടിവേഷൻ എനർജി 1 ആയിട്ടുള്ളതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷന് സൂചിപ്പിക്കാം. സോ ഓക്കെ, സോ ഇതിന് ln K1 ഡാഷ്. ഓക്കെ, അത് പുതിയ ടെമ്പറേച്ചറിൽ ആ നല്ല നീല മാർക്കിംഗ് കൊണ്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ്റെ പുതിയ ടെമ്പറേച്ചറിൽ പുതിയ K വാല്യൂ ആണ്. സോ ദെൻ ദിസ് ഈസ് വാട്ട് ln K2 ആൻഡ് ദിസ് ഈസ് വാട്ട് ഇതെന്തായിരിക്കും ഈ വാല്യൂ, ഇത് ln K2 ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂല ആ ഡിഫറൻസ് എന്താണ്. ഫസ്റ്റ് E1 ആക്ടിവേഷൻ എനർജി ഉള്ള റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ഈ ഒരു സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസം ln Kയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ln Kയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ് അല്ലേ. ദിസ് ഈസ് വാട്ട് ഡെൽറ്റ ln K അല്ലേ, ഡെൽറ്റ ln K1 വാല്യൂ അല്ലേ. ഈ ഒരു ചേഞ്ചാണ് വ്യത്യാസമാണ് വന്നത് അല്ലേ. ln Kയിൽ വ്യത്യാസം ഇത്രയല്ല വന്നത് ഞാൻ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ. ഇനി സെക്കൻഡ് റിയാക്ഷൻ അതിനേക്കാളും ആക്ടിവേഷൻ എനർജി കൂടിയ റിയാക്ഷനിൽ ഞാൻ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ ചേഞ്ച് ഇവിടെ വന്നു അല്ലേ. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഡെൽറ്റ ln K2. ഓക്കെ, ഡെൽറ്റ ln K2. ഓക്കെ, സോ എന്താണ് നമ്മൾ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. ഈ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസിൽ രണ്ടിലും വന്ന വ്യത്യാസം ln Kയിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം ഏകദേശം ഹാഫിൻ്റെ അടുത്ത് വരും അല്ലേ. സോ വലിയ വ്യത്യാസം എവിടെ വന്നത്? നമ്മുടെ ആക്ടിവേഷൻ എനർജി കൂടിയ റിയാക്ഷനിലാണ് വന്നത് അല്ലേ. ആക്ടിവേഷൻ എനർജി കൂടുതലുള്ള റിയാക്ഷനിലാണ് വന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിയാക്ഷൻ വിത്ത് ഹയർ ആക്ടിവേഷൻ എനർജി ഈസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. സോ നമ്മൾ നേരത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് മാത്തമാറ്റിക്കലി നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ടും കൂടെ നമ്മളൊക്കെ അത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എന്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓൺ റേറ്റ് ഓഫ് റിയാക്ഷന്. ഇനി ഇപ്പോൾ നമ്മൾ ആക്ടിവേഷൻ അരീനിയസ് തിയറാണ് പറഞ്ഞത്. ഇനി രണ്ട് തിയറം കൂടെ ഉണ്ട്, ജസ്റ്റ് അത് മെൻഷൻ ചെയ്യുള്ളൂ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അരീനിയസ് ആണ്, അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൽ നമ്മൾ റിമൈനിങ് രണ്ട് ലോസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അരീനിയസ് തിയറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നമ്മൾ ഓരോ ടേമും ആക്ടിവേഷൻ എനർജി ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ കെനോട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ എന്താണ് ഇതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഹയർ ആക്ടിവേഷൻ എനർജി ഉള്ളത് കൂടുതൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും ലോവർ ടെമ്പറേച്ചറിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ്, അതായത് കൂടുതൽ ചേഞ്ച് കാണിക്കുക എന്നർത്ഥം. ഓക്കെ, നമുക്കൊന്നും കൂടെ ഒരു ചെറിയ കാര്യം കൂടെ മെൻഷൻ ചെയ്യാണ്ട് ഒരു അരീനിയസ് ലോയിൽ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടെ റീകോൾ ചെയ്യാം. സോ K ഈസ് ഈക്വൽ ടു വാട്ട്? K0 ഇൻറ്റു E/RT അല്ലേ. ഇതല്ലേ റിലേഷന്, ഞാനിതിൽ ലോഗ് അപ്ലൈ ആണ്.
സോ ln k എന്ത് വരും? ln k is equal to what? ln k naught മൈനസ് ഇ ബൈ ആർ ടി. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ എന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പ്, K1 ഉം K2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇനീഷ്യലി ഞാൻ T1 എന്നുള്ള ടെമ്പറേച്ചറിലുള്ള ആ ഒരു റേറ്റ് കോൺസ്റ്റൻറ്റിനെ ഞാൻ K1 ഡിനോട്ട് ചെയ്യാണ്. സോ അറ്റ് ടെമ്പറേച്ചർ T1 മൈ ln k വാല്യൂ ഇസ് K1. ഓക്കെ, K1 ആണ് എൻ്റെ ln k വാല്യൂ. ഓക്കെ, ഇനി ഞാൻ വേറൊരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, T2 എന്നുള്ള ടെമ്പറേച്ചറിലേക്ക് മാറ്റി. സോ കറസ്പോണ്ടിങ്ങിൽ എന്ത് ചെയ്യും? ചേഞ്ച് സംഭവിക്കും അല്ലേ? K വാല്യൂവിൽ ചേഞ്ച് സംഭവിക്കും. ഞാൻ അതിനെ K2 എന്ന് വിളിക്കുന്നു. സോ ln K2 വിൽ ബി ഈക്വൽ ടു വാട്ട്? ln K നോട്ട്. ln K നോട്ടിൽ ചേഞ്ച് സംഭവിക്കും ഇല്ലല്ലോ, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് ഇ ബൈ ആർ T2. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഒരു റിലേഷൻ കിട്ടും. സോ റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സോ ഇതിപ്പോൾ ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 2 - 1 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ln K2 മൈനസ് K1 ln K1 ln K2 മൈനസ് ln K1 വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇ ബൈ ആറിന് ഞാൻ പുറത്തെടുത്തു. സോ ഇ ബൈ ആർ ഇൻറ്റു 2 - 1 അല്ലേ? സോ മൈനസ് 1/T2 മൈനസ് ഓഫ് -1/T1. സോ എന്ത് വരും? പോസിറ്റീവ് വാല്യൂ ഓഫ് 1/T1 വരും. സോ അങ്ങനെയാണെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1/T1 മൈനസ് 1/T2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 1/T1 മൈനസ് 1/T2. ln K2 ബൈ K1. ln K2 ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. സോ ln K2 ബൈ K1 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ln A മൈനസ് ln B നെ എനിക്ക് ln A/B എന്ന് എഴുതാൻ പറ്റും. സോ ln K2 ബൈ K1 എനിക്ക് ln K2 മൈനസ് K1 ln K2 ബൈ K1 എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? ഇ ബൈ ആർ 1/T1 ഓക്കെ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പാണ്. എന്താണ്? ln K2 ബൈ K1 is equal to what? ln K2 ബൈ K1 is equal to E by R into 1/T1 minus 1/T2. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. ഓക്കെ, ഇതെന്താണ്? രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറിൽ നമ്മൾ എന്താണ് കെയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? കെയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റിലുള്ള മാറ്റം അറിയാൻ പറ്റും അല്ലേ? സോ നമുക്ക് പറയാം എന്താണ്? സോ K2 ബൈ K1 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? K2 ബൈ K1 അത് എന്തിന് പ്രപ്പോർഷനാണ്? റേറ്റിന് പ്രപ്പോർഷണൽ അല്ല. K ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ്. സോ K2 ബൈ K1 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? R2 ബൈ R1 എഴുതാൻ പറ്റും. ഓക്കെ, R2 റേറ്റ് ഓഫ് റിയാക്ഷന് അറ്റ് ആ ഒരു T2 എന്നുള്ള റേറ്റിനെ R2 എന്നും T1 എന്നുള്ള ടെമ്പറേച്ചറിലെ റേറ്റിനെ ഞാൻ R1 എന്ന് വിളിച്ചു. സോ K2 ബൈ K1 വിച്ച് ഈസ് ഈക്വൽ ടു R2 ബൈ R1. ഓക്കെ, സോ റേറ്റ് ആണെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും? റേറ്റ് കൂടുതൽ പറഞ്ഞാൽ എന്തായിരിക്കും? റിയാക്ഷൻ്റെ സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടൈം കൊണ്ട് എന്തായിരിക്കും? കൂടുതൽ ഇത് റിയാക്ഷൻ നടക്കും അല്ലേ? കൂടുതൽ മോളിക്യൂൾസ് നടക്കും. സോ എന്താണ്? റേറ്റ് ഈസ് വാട്ട്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ? റേറ്റ് കൂടുക തന്നെ ടൈം കുറയാനുള്ള അർത്ഥം. കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് കൂടുതൽ റിയാക്ഷൻ നടക്കാൻ പറ്റുന്നതാണ് കൂടുതൽ റേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ. സോ നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അങ്ങനെയാണെങ്കിൽ R2 ബൈ R1 എനിക്ക് എന്ത് എഴുതാൻ പറ്റും? R2 ബൈ R1 ഈസ് ഈക്വൽ ടു വാട്ട്? T1 ബൈ T2. കാരണം റേറ്റും ടൈമും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. റേറ്റും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യനിലൊക്കെ പറയാണ് ഒരു പർട്ടിക്കുലർ റിയാക്ഷന് 300 കെൽവിനിൽ 5 മിനിറ്റ് കൊണ്ട് നടന്നു. അങ്ങനെയാണെങ്കിൽ 600 കെൽവിനിൽ ആ പർട്ടിക്കുലർ റിയാക്ഷൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ വന്നാൽ നിങ്ങൾ ഈ റിലേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷന് 200 മടങ്ങായി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൂട്ടിയപ്പോൾ
300 കെൽവിന് 400 കെൽവിനിലാക്കിയപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷന് 2 മടങ്ങായി, ഡബിളായി അല്ലെങ്കിൽ ട്രിപ്പിളായി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്ന ആക്ടിവേഷൻ എനർജി എത്രയെന്ന് കണ്ടുപിടിക്കാൻ വെച്ചാൽ അഗെയിൻ ദിസ് സെയിം റിലേഷൻ യൂസ് ചെയ്താൽ മതി, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ ഇനി മൊത്തത്തിലൊന്ന് എഴുതിയാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, So ln K2 by K1 is equal to what? ln R2 by R1 is equal to what? ln T1 by T2. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? റേറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം ആട്ടോ. ടൈം കൂടിയാൽ റേറ്റ് കുറയാന്നർത്ഥം അല്ലേ? റേറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടൈം കൊണ്ട് റിയാക്ഷൻ നടക്കും, ടൈം. ഓക്കെ, സോ ln അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി വന്നത്. ഓക്കെ, ഇസ് ഈക്വൽ ടു വാട്ട്? E by R 1 by T1 minus 1 by T2. Okay, this is what Arrhenius equation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാറുണ്ട്. ഓക്കെ, so ln K2 by K1 is equal to ln R2 by R1, which is equal to ln T2 by T1 by T2 is equal to E by R 1 by T1 minus 1 by T2. Okay, so ഇതാണ് അരീനിയസ് ഇക്വേഷൻ്റെ അവസാനമായിട്ടുള്ള ഒരു മെയിൻ റിലേഷന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷനാണ്, ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. ഓക്കെ, സോ അപ്പോൾ അരീനിയസ് തിയറം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 തിയറം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അരീനിയസ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റലായിട്ട് കിട്ടിയ റിലേഷനാണ് അല്ലേ? എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് ടെമ്പറേച്ചറുമായിട്ടൊരു എക്സ്പോണൻഷ്യൽ റിലേഷൻഷിപ്പാണ് ഈ കേക്ക് ഉള്ളത് അല്ലെങ്കിൽ റേറ്റിനുള്ളത്. സോ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് കിട്ടിയ ഏത് സയൻറ്റിസ്റ്റ് ആണെങ്കിലും എന്താണ്, വേറെ സയൻറ്റിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ ഒക്കെ റിലേഷൻ എക്സ്പെരിമെൻറ്റ് കിട്ടിയാൽ അത് തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവരും സയൻറ്റിസ്റ്റുകൾക്കും ഉണ്ടായിരിക്കും അല്ലേ? തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാം, ഈ സെയിം സംഭവം തിയററ്റിക്കലായിട്ട് എത്തിപ്പെടാൻ പറ്റുമെന്നൊക്കെ ശ്രമിക്കും. സോ അങ്ങനെ എത്തിപ്പെട്ട തിയററ്റിക്കലായിട്ട് രൂപപ്പെട്ട 2 തിയറംസ് ആണ്. ഒന്ന് ഫസ്റ്റാണ് കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ തിയറം ഉണ്ട്. സോ ആ തിയറത്തിൽ കുറച്ച് അസംഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേർഡ് ഓർത്ത് വെക്കണം. സോ derived from kinetic theory of gases. ഓക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഇത് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസ് അല്ലേ? ഗ്യാസിൻ്റെ ഒരു തിയറത്തിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു തിയറം അപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസസ്, അതൊരു ഡ്രോബാക്ക് ആണ്. സോ applicable only for it's applicable only for gases. ഇനി എന്താണ് ഈ തിയറം, എന്താണ് ഇത് അരീനിയസ് എന്ന വ്യത്യാസം നമുക്ക് നോക്കാം. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറം റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് വാട്ട്? K0 into T raised to 1 by 2 E raised to minus EA by RT. ഓക്കെ, സോ എന്താണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത്? ഈ ഒരു ടേം ആണ് അല്ലേ? T raised to 1 by 2, T raised to 1 by 2, T raised to half. There is a pre-exponential relation with ടെമ്പറേച്ചർ അല്ലേ? നേരത്തെ അരീനിയസ് തിയറിയിൽ ഈ എക്സ്പോണൻഷ്യൽ ടേമിൽ മാത്രമേ ടെമ്പറേച്ചറുമായിട്ടൊരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രീ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും കൂടെ ഉണ്ട്. സോ T raised to 1 by 2. ഇപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ കൊളീഷൻ തിയറി എന്താണെന്ന് വെച്ചാൽ T raised to m ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 1 by 2. ഓക്കെ, 1 by 2. ഓക്കെ, ഇതാണ് ബേസിക്കലി കൊളീഷൻ തിയറി. ഇനി നമ്മൾ അരീനിയസിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ K2 by K1 എങ്ങനെ 2 വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ തന്നാൽ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ നമുക്ക് എഴുതാൻ പറ്റും ln K2 by K1 which is equal to ln R2 by R1 which is equal to ln T1 by T2 അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം ഈസ് ഈക്വൽ ടു വാട്ട്?
1 by 2 ln 1 by 2 ln T2 by T1 plus E by R. E means EA, activation energy. Okay. എല്ലാത്തിനും സിമിലർ മീനിങ് തന്നെയാണ്. അരീനിയസ് തിയറത്തിലെ സെയിം മീനിങ്സ് തന്നെയാണ്. EA by R 1 by T1 okay. So this is what collision theory. So okay, collision theory ഈ ഒരു ടേം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്താണ് T raised to 1 by 2 term ഉണ്ട്. T raised to 1 by 2 term ഉണ്ട്. So this is what collision theory, and ഇത് derive ചെയ്തിട്ടുള്ളത് kinetic theory of gases ആണ്. Applicable only for gases. Okay. ഇനി നമ്മൾ അടുത്ത ഒരു തിയറം കൂടെ ഉണ്ട് ഈ ഒരു റേറ്റ് കോൺസ്റ്റന്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay. So next theorem is called transition state theory. Okay. Transition state theory. Okay. So transition state theory derive ചെയ്തിട്ടുള്ള statistical mechanics എന്നാണ്. Okay. Okay, derived from statistical mechanics. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അസംഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീപ്പറായിട്ടൊന്നും പോകണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് ആൻഡ് ദ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, സോ നമ്മൾ ബേസിക് എന്താ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ മോളിക്യൂൾസ് കൊളീഷൻ നടന്നിട്ട് എന്താണ് ഒരു കോംപ്ലക്സ് സ്റ്റേറ്റിലേക്ക് പോകില്ല. കോംപ്ലക്സ് മോളിക്യൂൾസ്, അതായത് ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദീസ് തിയറി അവർ പറയുന്നത് എന്താണ്, ദർ ഇസ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് ആൻഡ് ദിസ് ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. സോ ആ ഒരു ബേസ് അസംഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താ പറയുക എക്സാമിനൊക്കെ എങ്ങനെ ഏത് മോളിക്യൂൾസ് തമ്മിലാണ് ഇക്വിലിബ്രിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ റിയാക്റ്റൻസും ഒരിക്കലും പ്രൊഡക്റ്റ് അല്ല, റിയാക്റ്റൻസും എന്താണ് ഇൻ്റർമീഡിയറ്റ്സ് തമ്മിലാണ് ഇക്വിലിബ്രിയം ഉള്ളതെന്നുള്ള അസംഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, equilibrium between reactants and intermediate complex molecules. Okay, so equilibrium between reactants and intermediate complex അത് ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ഡീപ്പറായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പഠിക്കേണ്ട എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ള മറ്റ് രണ്ട് തിയറംസിന് ഇതിലെന്താണ് വ്യത്യാസം നോക്കാം. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to K0 into T into E raised to minus EA by RT. Okay, so this is what transition state theory. So ഈ T raised to 1 ആണ് ഇവിടെ അല്ലേ, ടീൻ്റെ പവർ 1 ആണ്. സോ അരീനിയസ് തിയറിയിൽ ടീൻ്റെ പവർ 0 ആയിരുന്നു അല്ലേ, പ്രീ എക്സ്പോണൻഷ്യലായിട്ട് ഒരു റിലേഷൻഷിപ്പും ടെമ്പറേച്ചറുമായിട്ടില്ല. അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി ടീയുടെ പവർ ഹാഫ് ആയിരുന്നു അല്ലേ, ഹാഫ് ആയിരുന്നു. ഇവിടെ എന്താണ് ടീയുടെ പവർ 1 ആണ്, ലീനിയർ പ്രീ എക്സ്പോണൻഷ്യലായിട്ട് ഒരു ലീനിയർ റിലേഷൻഷിപ്പും കൂടെ ഉണ്ട് അല്ലേ. സോ ദിസ് ഈസ് വാട്ട് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും, ln K2 by K1 is equal to ln
R2 by R1 which is equal to ln T1 by T2 is equal to what? ln, okay, നേരത്തെ ഞാൻ ഹാഫ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ln T2 by T1 plus E by R 1 by T1 minus 1 by T2. Okay, so this is what transition state theory prakaram in the rate constant relationship. Okay, so here term ortho vekka, T raised to 1 aanu. So this is what transition state theory.